ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കോയിൻ ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ ഇതിന് മുട്ട ബിസ്ക്കറ്റ്, ബീൻസ് ബിസ്ക്കറ്റ് അങ്ങനെ പല പേരിലും ഇത് അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ബട്ടർ വേണം. നമുക്ക് 1/4 കപ്പ് ബട്ടറാണ്, അതായത് 50 ഗ്രാം ബട്ടറാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് നമുക്കിത് വേണ്ടത്. അപ്പം ഇത് നമുക്കിതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അടുത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിച്ച പഞ്ചസാരയാണ് ഇട്ടത്. നമുക്ക് 1/2 കപ്പ് വേണം. അപ്പോൾ നമുക്ക് മധുരം ഇത് 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം മധുരമാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതിലേക്ക് മുട്ട വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. ഒരു മുട്ട ഫുള്ളായിട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ മുട്ടയുടെ വെള്ള മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം 2 മുട്ട എടുക്കുമ്പം ഒരു മുട്ടയുടെ വല്ലാത്തൊരു മണം കൂടുതലായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് എടുത്തത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇനി ഇതിലേക്ക് വാനില എക്സ്ട്രാക്റ്റ് ആണ് ആവശ്യമുള്ളത്. 2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിപ്പം ഏതെങ്കിലും ഫ്ലേവർ, ഇപ്പോൾ പൈനാപ്പിൾ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ എസെൻസ് വേണമെങ്കിൽ 1 ടീസ്പൂൺ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ട ബിസ്ക്കറ്റിന് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളറും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് ഇതിലേക്ക് എടുത്തത്. അത് ഇതുപോലെ നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് നന്നായിട്ട് അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പ് ഇടുമ്പോൾ നമുക്ക് ആ ഒരു മധുരവും നന്നായിട്ട് ബാലൻസ് ആവും. ഇനിയിപ്പം നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതുപോലെ ഒരു സ്പാറ്റില വെച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇത് ഒരുപാട് ലൂസും അല്ല, പക്ഷേ നല്ല ടൈറ്റും അല്ല, നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിട്ടാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടുക. ഇനി നമ്മളിതൊരു പൈപ്പിംഗ് ബാഗിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങളിത് പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഒരു സാധാ കവർ ഇതുപോലെ സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലെ നമുക്ക് ഈ ഒരു ബാറ്റർ ഫുള്ളും ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓവൻ യൂസ് ചെയ്തിട്ടും ഓവൻ ഇല്ലാതെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഓവൻ ബേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ മാറ്റിയിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ ഡ്രോപ്സ് പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കോയിൻ ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് 175 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം എനിക്ക് ഈ ഒരു ഓവനിൽ ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് ബേക്കായി കിട്ടാൻ. അപ്പം ഈ ബേക്കിംഗ് ടൈം ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്തായാലും ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നിങ്ങനെ തൊട്ട് നോക്കാൻ മനസ്സിലാവും നമുക്കത് നന്നായിട്ട് മാവൊക്കെ വെന്തിട്ടുണ്ടോ, അത് ഹാർഡാണോ, എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ശേഷം അത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സാധാ സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. അതിലും ഇതുപോലെ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത കടായിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വേണം ഇതിൽ ബേക്കായി കിട്ടാൻ. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ കടായിലേക്ക് വെക്കരുത്. നിങ്ങളടുത്ത് എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ റിങ്ങോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാൻ.
അപ്പോൾ നമ്മൾ കടായിയിൽ ബേക്ക് ചെയ്ത ബിസ്ക്കറ്റും ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഓവനിൽ ചെയ്ത അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു ബിസ്ക്കറ്റിനുള്ളത്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഇവിടെ കറക്റ്റ് ടെക്സ്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊന്നും അധികം ഒരുപാട് അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ലൊരു ക്രിസ്പോട് കൂടി തന്നെയാണ് ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടെക്സ്ചറും ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കോയിൻ ബിസ്ക്കറ്റ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പക്ഷേ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരുപാടൊന്നും ഇരിക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ അവരത് കഴിച്ച് തീർക്കും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്